നമസ്കാരം. സർവം മായ ജഗത് മിഥ്യ എന്ന് വെച്ചാൽ എല്ലാം മായയാണ്, ഈ ലോകം മിഥ്യയാണ് എന്നാകുന്നു. ഇതിൽ ജഗത് അഥവാ പ്രപഞ്ചമെന്ന് പറയുന്നത് മായയാൽ സൃഷ്ടിക്കപ്പെട്ടതും സത്യമല്ലാത്തതുമാണ്. ഇതിൽ മിഥ്യ എന്നത് പൂർണ്ണമായും ഇല്ലാത്തതല്ല, എന്നാൽ യഥാർത്ഥത്തിൽ അസ്തിത്വമില്ലാത്തതാണ്. ഇത്തരം അദ്വൈത വേദാന്ത ചിന്തകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പാർട്ടി സെക്രട്ടറി AI ഗോവിന്ദൻ അഥവാ മിഥ്യാ ഗോവിന്ദനാണ്. ഈ ഗോവിന്ദൻ ചിലപ്പോൾ നമ്മളെ കുഞ്ഞുണ്ണി മാഷിലേക്കും മറ്റു ചിലപ്പോൾ ആദിശങ്കറിലേക്കും കൂട്ടിക്കൊണ്ടു പോകും. ഗോവിന്ദൻ മാഷ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരേങ്കോണിച്ച ചിരിയും ചിരിച്ച് നടന്നു പോകുമ്പോൾ കുഞ്ഞുണ്ണിയുടെ ഒരു വരി നമ്മൾ ഓർത്തു പോകും: ആരുടെ തോന്നലാണ് ഞാൻ. ഇങ്ങനെ സ്വന്തം അസ്തിത്വത്തിലേക്ക് തിരിച്ചു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സഖാവാണ് ഈ ഗോവിന്ദൻ. ഷേക്സ്പിയറിൻ്റെ പ്രശസ്തമായ ഒരു കൊട്ടേഷനുണ്ട്: എല്ലാ ചന്തിക്കും പാകമായ ഒരു ക്ഷുരകൻ്റെ കസേര പോലെ. അതെന്തായാലും AKG സെൻട്രൽ ഇപ്പോൾ ഗോവിന്ദൻ ഇരിക്കുന്ന ആ കസേര എല്ലാവർക്കും പാകമായ ഒന്നല്ല. പിണറായിസത്തിൻ്റെയും മരുമോനിസത്തിൻ്റെയും കാലത്ത് എത്തി നിൽക്കുന്ന ഈ കമ്മ്യൂണിസത്തിന് ശരിക്കും പാകമായ ഒരു സ്പെഷ്യൽ കസേരയിലാണ് ഗോവിന്ദൻ ഇരിക്കുന്നത്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് പിണറായിക്കും ഗോവിന്ദനും നന്നായി ചേരും. വരാൻ പോകുന്ന AI കാലത്തെപ്പറ്റി പറഞ്ഞ് പുളകം കൊണ്ട സഖാവാണ് ഗോവിന്ദൻ. ഇപ്പോൾ AI കാരണം എന്തൊക്കെ പൊക്കണം കേടിലാണ് ഗോവിന്ദൻ്റെ പാർട്ടി ചെന്ന് വീണിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ആ കള്ളൻ പോറ്റിയും കൂടി എന്തോ കുശലം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പടമുണ്ട്. അതാണിപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ കള്ളൻ പോറ്റി സോണിയയുടെ കയ്യിൽ ചരട് ജപിച്ച് കെട്ടിക്കൊടുത്ത വിചിത്രമായ വാദമാണ് കമ്മികൾ പ്രചരിപ്പിക്കുന്നത്. ശബരിമലയിൽ നിന്നും പോറ്റി കട്ട സ്വർണം ഉരുപ്പടിയാക്കി സോണിയയ്ക്ക് നൽകിയെന്നാണ് അന്തം അനിൽകുമാർ പറയുന്നത്. എല്ലാം സോണിയയുടെ അന്തഃപുരത്തിലുണ്ടെന്നാണ് കഴിഞ്ഞ ഒരു ചർച്ചയിലും അദ്ദേഹം പറഞ്ഞത്. പിണറായി ഗോവിന്ദന്മാരും അതുതന്നെ ആവർത്തിക്കുകയാണ്. ഇതിനിടെ പിണറായി വിജയൻ പോറ്റിയുടെ ചെവിയിൽ പിടിക്കുന്ന ഒരു പടവും പ്രചരിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കര കളിച്ചിരികൾ. ഈ ചിത്രം പങ്കുവച്ചതിന് ഇപ്പോൾ സൈബർ പോലീസ് ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേരിൽ കേസും എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു AI നിർമ്മിത ചിത്രം തന്നെ ആയിരിക്കാം അത്. കള്ളൻ പോറ്റി സോണിയയുടെ അടുത്ത് എങ്ങനെ എത്തിയെന്നാണ് പിണറായി ചോദിക്കുന്നത്. പാർട്ടിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ ശേഷം കരുണാകരൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല, പിന്നെ എങ്ങനെ പോറ്റി സോണിയയെ കണ്ടു എന്നാണ് ചോദ്യം. അത് രാഷ്ട്രീയമാണ് പിണറായി. നാളെ അൻവർ കാണാൻ വന്നാൽ നിങ്ങൾ അനുവാദം കൊടുക്കുമോ? ഏത് സന്ദർശകരെയും 70 അടി അകലത്തിൽ നിർത്തുന്ന പിണറായി എങ്ങനെയാണ് ഈ പോറ്റിയോട് ഇത്ര അടുത്ത് ഇടപഴകുന്നത്? ക്ലിഫ് ഹൗസിൻ്റെ അടുക്കളയിൽ അങ്ങയുടെ തൊട്ടു പിന്നിലായിരുന്നല്ലോ സ്വപ്ന സുരേഷ് കറുത്ത ഗൗണുമിട്ട് സദാ നിന്നിരുന്നത്. പിണറായിക്കെതിരെയുള്ള സൃഷ്ടിയെല്ലാം AI നിർമ്മിത ചിത്രങ്ങളാണ്. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിലെ ശൂന്യമായ കസേരകൾ AI നിർമ്മിതമാണെന്ന് ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഇത്തവണത്തെ പാർട്ടിയുടെ തോൽവി പോലും AI നിർമ്മിതമാണെന്ന് ഗോവിന്ദൻ പറയും. ശരിക്കും കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഗോവിന്ദൻ്റെ ഈ CPM. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങളോ ചിന്തയോ തിരിച്ചറിയാനുള്ള ശേഷിയില്ല. പാർട്ടി പറയുന്നത് ജനങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ക്ലിഫ് ഹൗസിൻ്റെ അടുക്കളയിൽ സ്ഥിരം പൊറുതിയായിരുന്ന സ്വപ്നയ്ക്കൊപ്പം പിണറായി നിൽക്കുന്ന എത്രയോ പടങ്ങളാണ് അന്ന് പ്രചരിച്ചത്. അദ്ദേഹത്തിന് തൊട്ടു പിന്നിലായിരുന്നു സദാസമയവും സ്വപ്നയുടെ സ്ഥാനം. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് പിന്നിൽ നിന്ന് എന്തോ സ്വകാര്യം പറയുന്ന സരിതയുടെ പടം കാണിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് അന്ന് പിണറായി പറഞ്ഞു പരത്തിയത്. ഒരു മുഖ്യമന്ത്രിയുടെ തൊട്ടു പിന്നിൽ ചെന്ന് ചെവിയിൽ സ്വകാര്യം പറയണമെങ്കിൽ എന്തോ പന്തികേടില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. കൈതോലപ്പായയിലെ സ്വർണ്ണക്കടത്തും മുതൽ ഡിപ്ലോമാറ്റിക് ബാഗിലെ സ്വർണ്ണക്കടത്തും ബിരിയാണി ചെമ്പിലെ കടത്തും വരെ നമ്മൾ കേട്ടതാണ്. ഏത് മാർഗത്തിലൂടെയും എന്തും ചെയ്യാൻ തക്ക ബുദ്ധിയുള്ള ആളുകളാണ് പിണറായിക്കൊപ്പം പ്രവർത്തിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അന്ന് ജനശക്തിയുടെ എഡിറ്റർ G ശക്തിധരൻ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എല്ലാവരും അന്തം വിട്ടു. ഇക്കാലത്ത് എന്തിനാണ് കൈതോലപ്പായിൽ പണം പൊതിഞ്ഞുകെട്ടി കൊണ്ടുപോകുന്നത് എന്നൊരു ചോദ്യമായിരുന്നു അത്. അന്ന് ആരെങ്കിലും ചിന്തിച്ചോ ശബരിമലയിലെ അയ്യപ്പൻ്റെ വാതിലും കട്ടളയും ദ്വാരപാലകന്മാരെയും വരെ പൊളിച്ചു കടത്തുമെന്ന്? ശബരിമല കൊള്ള ചെയ്ത കാശുകൊണ്ട് പോറ്റി സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു എന്നാണ് അന്തം അനിൽകുമാർ പറഞ്ഞത്. സ്വർണ്ണാഭരണങ്ങൾ ചാർത്തി നിൽക്കുന്ന സോണിയയെയും മക്കളെയും ഇതുവരെ അധികമാരും കണ്ടിട്ടില്ല. പിണറായി നിയമിച്ചവന്മാരൊക്കെ വാതിലടക്കം കട്ടതും വിഗ്രഹമടക്കം കടത്തിയതും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നിട്ടും കാട്ടുകള്ളന്മാരെ പാർട്ടിയിൽ നിർത്തിക്കൊണ്ടാണ് പിണറായി സ്വർണ്ണക്കൊള്ള സോണിയാഗാന്ധിയുടെ തലയിൽ ചാരുന്നത്. അവരതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കേസ് എടുത്തുകൂടെ? SIT അന്വേഷണം അങ്ങോട്ട് നീളട്ടെ. കേന്ദ്രത്തിലാണെങ്കിൽ ED സോണിയയെയും രാഹുലിനെയും പൊക്കാനുള്ള വഴികൾ തേടുകയാണ്. പിണറായി വിജയനും മോദിയും കൂടി വിചാരിച്ചാൽ സോണിയാഗാന്ധിയെ ഈ കേസിൽ അകത്താക്കാൻ വല്ല പാടുമുണ്ടോ? അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിൽ സോണിയ അകത്താകുന്നതിൽ ഇന്നാട്ടിലെ കോൺഗ്രസ്സുകാർക്കും ഒരു വിഷമവും കാണില്ല. അന്വേഷണം കടകംപള്ളിയിലേക്ക് നീളുമോ എന്ന സംശയം വന്നതോടെയാണ്
കമ്മികൾ പുതിയ മെതേഡുമായി ഇറങ്ങിയിരിക്കുന്നത്. പണ്ടെന്നോ മാന്യനായി അയാൾ നടന്ന കാലത്ത് എങ്ങനെയോ ജ്യോത്സ്യമോ പൂജാവിധികളെയോ ഒക്കെ പറഞ്ഞ് അടുത്തുകൂടി ചരട് കെട്ടിക്കൊടുത്തതാണ്. കടകംകൊള്ളിയെ ചോദ്യം ചെയ്താൽ ക്ലിഫ് ഹൗസിൻ്റെ പേര് വല്ലതും പുറത്തു വരുമോ എന്ന ഭയമാണ് ഇതിൻ്റെ പിന്നിൽ. എന്തായാലും ഗോവിന്ദൻ്റെ AI ശരിക്കും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ പെടാപ്പാട് പെടേണ്ടി വരും, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കണ്ണൂരെ കവലയിൽ നിന്ന് കമ്മികളോട് പ്രസംഗിക്കുന്ന മാതിരിയാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് ചില വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നത്. പക്ഷേ പാർട്ടി തോറ്റതിനെപ്പറ്റി പറഞ്ഞാൽ ഹ ഹ ഹ എന്ന് കക്കട്ടം വെട്ടി ഒരു ചിരിയും ചിരിക്കും.